कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। ഭാഗവത കഥകൾ 131. ശ്രീഹരി വിഷ്ണുവിനോട് വൈരാഗ്യം പുലർത്തിയിരുന്ന കാലനേമി എന്ന അസുരനാണ് കംസനായി പുനർജനിച്ചത്. സത്യയുഗത്തിൽ ഭൂമിയിൽ അധർമ്മചാരികളായിരുന്ന 2 ഘോര അസുരന്മാരായിരുന്നു ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും. അതിൽ ഹിരണ്യാക്ഷന്റെ പുത്രനായിരുന്നു യുദ്ധനിപുണനായിരുന്ന കാലനേമി. ഹിരണ്യാക്ഷൻ ഭൂമിയെ ഒളിപ്പിച്ചു കൊണ്ടുപോയപ്പോൾ ശ്രീഹരി വിഷ്ണു വരാഹാവതാരമെടുത്ത് ആ അസുരനെ നിഗ്രഹിക്കുകയും ഭൂമിയെ വീണ്ടെടുക്കുകയും ചെയ്തു. അന്ധകൻ എന്നൊരു സഹോദരൻ കൂടി കാലനേമിക്ക് ഉണ്ടായിരുന്നു. ദേവാസുര യുദ്ധത്തിൽ മഹേശ്വര ശിവനാണ് അന്ധകനെ വധിച്ചത്. കാലനേമിക്ക് വൃന്ദ എന്നൊരു പുത്രിയുണ്ടായിരുന്നു. തന്റെ ഭർത്താവായിരുന്ന ജലന്ധരനോട് അകമഴിഞ്ഞ പ്രണയവും ഭക്തിയും പുലർത്തിയിരുന്ന ആ പുണ്യവതിയുടെ ചാരിത്രശോഭയാൽ ജലന്ധരനെ ആർക്കും കീഴ്പ്പെടുത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. വൃന്ദയുടെ പാതിവൃത്യം നിലനിൽക്കുന്നിടത്തോളം കാലം ജലന്ധരന്റെ ആയുസ്സിന് യാതൊരു കേടും സംഭവിക്കില്ല. വൃന്ദയുടെ പാതിവൃത്യനിഷ്ഠയിൽ പൂർണ്ണ വിശ്വാസമുള്ള ജലന്ധരൻ വൃന്ദയുടെ ഈ വരവോടെ ഏറെ അഹങ്കാരിയായി മാറി. അസുരന്മാരുടെ ആധിപത്യം ഏറ്റെടുത്ത ജലന്ധരൻ ദേവന്മാരെയെല്ലാം കീഴടക്കി, മഹർഷിമാരെയെല്ലാം ഉപദ്രവിച്ചു, ഭക്തജനങ്ങളെ തുറുങ്കിലടച്ചു. ശിവാംശമായിരുന്ന ജലന്ധരന്റെ ഭരണത്തിൽ ശിവഭൂതങ്ങൾക്ക് പോലും പീഡനമേൽക്കുന്ന അവസ്ഥയുണ്ടായി. മഹർഷിമാരും മറ്റും ത്രിമൂർത്തികളെ ശരണം പ്രാപിച്ചു. ഒടുവിൽ ശിവൻ തന്നെ സ്വയം ദൂതനെ അയച്ച് ജലന്ധരനെ വിളിപ്പിച്ചു. സമാധാന ശ്രമം അംഗീകരിക്കാതെ യുദ്ധത്തിന് തന്നെ ജലന്ധരൻ തയ്യാറായി. ശ്രീമഹാദേവനും ജലന്ധരനും തമ്മിൽ ഘോര യുദ്ധം തുടങ്ങി. യുദ്ധം ഏറെ നീണ്ടു. വൃന്ദയുടെ സംരക്ഷണം ഉള്ളിടത്തോളം കാലം മഹേശ്വരനെ വിജയം സാധ്യമല്ല എന്നറിഞ്ഞ മഹാവിഷ്ണു വൃന്ദയുടെ ഭർത്താവിന്റെ രൂപത്തിൽ അവളുടെ അരികിലെത്തി. ഭർത്താവിനെ എന്ന പോലെ വിഷ്ണുവിനെ സ്വീകരിച്ച് വൃന്ദ ആലിംഗനം ചെയ്തു. വൃന്ദയുടെ പാതിവൃത്യവ്രതം കളങ്കിതമായി. വൃന്ദ അതോടെ തുളസി എന്ന ചെടിയായി ഭൂമിയിൽ വിഷ്ണു പൂജകൾ ചെയ്ത് കഴിയാനും വിഷ്ണുപാദത്തിൽ ലയിക്കാനും ഇടവന്നു. വൃന്ദയുടെ പാതിവൃത്യം നഷ്ടമായതോടെ ശ്രീപരമേശ്വരനെ ജലന്ധരനെ വധിക്കാൻ സാധിച്ചു. കാലനേമിക്ക് ഈ സംഭവം കൂടെ ആയപ്പോൾ ശ്രീഹരി വിഷ്ണുവിനോടുള്ള ദേഷ്യം ശതവത്കരിച്ചു. പാലാഴി മഥനത്തെ തുടർന്ന് നടന്ന ഘോരമായ ദേവാസുര യുദ്ധത്തിൽ കാലനേമി ദേവപക്ഷത്തിന് വൻ നാശം വരുത്തുന്നത് കണ്ട ശ്രീഹരി വിഷ്ണു അവനെ വധിച്ചു. എന്നാൽ ശുക്രാചാര്യർ മൃതസഞ്ജീവനിയിലൂടെ കാലനേമിക്ക് വീണ്ടും ജീവൻ നൽകി. പുതിയ ജന്മത്തിൽ കാലനേമി കഠിന തപസ്സു ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി വരമായി ചോദിച്ചത് വിഷ്ണുവിങ്കൽ ആശ്രയിക്കുന്ന ദേവാദികളാലോ യക്ഷ കിന്നരാദികളാലോ മരണം സംഭവിക്കരുത് എന്നായിരുന്നു. ബൃഹസ്പതിയുടെ പത്നിയായ താരയെ ചന്ദ്രൻ തട്ടിക്കൊണ്ടുപോയതിനെ തുടർന്ന് നടന്ന യുദ്ധത്തിൽ കാലനേമി വീണ്ടും വിഷ്ണുവാൽ വധിക്കപ്പെട്ടു. അങ്ങനെയാണ് കംസൻ എന്ന അസുരനായി പുനർജന്മം എടുത്തത്. കാലനേമിക്ക് 6 ആൺമക്കളാണ് ഉണ്ടായിരുന്നത്. ഹംസൻ, സുവിക്രമൻ, ക്രാന്തൻ, ദമനൻ, ഋതുമർദ്ദനൻ, ക്രോധാന്തൻ. അസുരവംശത്തിൽ പിറന്നെങ്കിലും സാത്വികരായിരുന്ന ഇവർ സദ്ഗർഭന്മാർ എന്നറിയപ്പെട്ടു. ഇവർ കാലങ്ങളോളം ബ്രഹ്മാവിനെ തപസ്സു ചെയ്ത് ദേവന്മാരാലോ യക്ഷകിന്നര സിദ്ധചാരണന്മാരാലോ ഒന്നും മൃത്യു ഉണ്ടാവുകയില്ല എന്ന് അനുഗ്രഹം വാങ്ങി. ഇതറിഞ്ഞ ഹിരണ്യകശിപു കുപിതനായി. എങ്കിൽ
നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ കയ്യാൽ തന്നെ വധിക്കപ്പെടും എന്ന് ശപിച്ചു. അങ്ങനെയാണ് കാലനേമി അടുത്ത ജന്മത്തിൽ കംസനാവുകയും സദ്ഗർഭന്മാർ ദേവകീപുത്രന്മാരായി പിറക്കുകയും ചെയ്തത്. കംസന്റെ ജനനത്തിനും യാദവ വംശത്തോടുള്ള കംസന്റെ ക്രോധത്തിന് പിന്നിലും ഒരു കഥയുണ്ട്. യയാതിയുടെ മൂത്ത പുത്രനായ യദുവിന്റെ പിന്മുറക്കാരായിരുന്നു യാദവർ. യാദവ കുലത്തിലെ ഉഗ്രസേന രാജാവിന്റെ പത്നിയായിരുന്ന പത്മാവതിയെ ദ്രുമിളൻ എന്ന രാക്ഷസൻ ഒരിക്കൽ തട്ടിക്കൊണ്ടുപോയി. തടവിൽ വെച്ച് ബലാത്കാരമായി പത്മാവതിയിൽ പുത്രോൽപാദനം ചെയ്തു. പുത്രോൽപാദന വേളയിൽ മാതാവായ പത്മാവതി ദ്രുമിളനെ ഇങ്ങനെ ശപിച്ചു: ഇങ്ങനെ നീ സൃഷ്ടിക്കുന്ന സന്തതിയെ എന്റെ ഭർത്താവിന്റെ അംശത്തിൽ ജനിക്കുന്ന ശ്രേഷ്ഠനായ ഒരു പുരുഷൻ വധിക്കും. ഈ കഥയും നാരദമുനി കംസനെ അറിയിച്ചിരുന്നു. ഉഗ്രസേനനെ നിഷ്ഠൂരമായി തടവിലിടാൻ കംസൻ ഉദ്യമിച്ചത് ഇതുകൊണ്ടായിരുന്നു. ഈ ശാപപ്രകാരം ഉഗ്രസേനന്റെ വംശത്തിൽ ജനിച്ച കൃഷ്ണൻ കംസനെ വധിക്കുക തന്നെ ചെയ്തു. അനായാസമായി വെറും നിമിഷങ്ങൾക്കകം കൃഷ്ണൻ കംസനെ വധിച്ചത് കണ്ട് അവിടെ കൂടിയിരുന്ന സർവരും ഇത് സത്യമോ മിഥ്യയോ എന്ന് ആശങ്കപ്പെടും പോലെ അമ്പരന്നു. ഭീതിയും കലിയും ബാധിച്ച് കംസന്റെ 8 സഹോദരന്മാരും ശ്രീകൃഷ്ണന്റെയും ബലരാമന്റെയും നേർക്ക് തിരിഞ്ഞു. യുദ്ധപ്രേരിതരായി അടുത്തുവന്ന അവരെയെല്ലാം ബലരാമൻ വകവരുത്തി. അതോടെ സ്വർഗവാസികൾ ആകാശത്ത് നിരന്നു നിന്ന് കൃഷ്ണന്റെ മേൽ പുഷ്പവൃഷ്ടി നടത്തി. സ്വർഗഗായകർ ഭഗവത് മഹിമകൾ പാടിപ്പുകഴ്ത്തി. അതേവരെ മധുരാപുരിയിൽ അധികാരം കൈപ്പിടിയിൽ ഒതുക്കിയിരുന്ന സർവ അസുരന്മാരും വധിക്കപ്പെട്ടതായി അറിഞ്ഞ പൗരജനങ്ങൾ ആഹ്ലാദഭരിതരായി. എന്നാൽ വധിക്കപ്പെട്ട രാക്ഷസരുടെ ഭാര്യമാർ പ്രതീക്ഷിക്കാതെ വന്ന ദുരന്തത്തിൽ അലമുറയിട്ട കേണുകൊണ്ട് കംസന്റെ ശരീരം നോക്കി ഇങ്ങനെ പറഞ്ഞു: ഭോജരാജനായ അങ്ങേക്ക് ധാർമ്മിക രീതികളെപ്പറ്റി നന്നായി അറിയാമായിരുന്നു. എന്നിട്ടും അങ്ങ് ദയവേതുമില്ലാതെ ധർമ്മിഷ്ഠരായ മനുഷ്യരെ ദ്രോഹിച്ച് നിർദോഷികളായവർക്ക് പറയാനരുതാത്ത കഷ്ടനഷ്ടങ്ങൾ വരുത്തി. അങ്ങനെയാണല്ലോ അവിടേക്ക് ഈ അവസ്ഥ വന്നു ചേർന്നത്. നിർദോഷികൾക്ക് ദ്രോഹം ചെയ്യുന്നവർക്ക് ഇഹലോകത്തിൽ സന്തുഷ്ടിയൊന്നും പ്രതീക്ഷിക്കുക വയ്യ. അലമുറയിട്ടുകൊണ്ടിരുന്ന അവരെ കൃഷ്ണൻ സമാധാനിപ്പിച്ചു. അതിനുശേഷം തന്റെ മാതാപിതാക്കളായ വസുദേവരെയും ദേവകിയെയും കാരാഗൃഹത്തിൽ നിന്നും മോചിപ്പിക്കാനായി അങ്ങോട്ടേക്ക് തിരിച്ചു. വസുദേവസുതം ദേവം കംസചാരുണമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. അന്നേവരെ മക്കളെ കാണുക പോലും ചെയ്യാതെ കാരാഗൃഹത്തിൽ കഴിഞ്ഞ മാതാപിതാക്കൾ പുത്രന്മാരെ ആദ്യമായി കാണുന്ന നാടകീയ രംഗങ്ങൾ നാളെ.